പഴയ ജെറുസലേമിനെ 4 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ക്രിസ്ത്യൻ ക്വാർട്ടർ, മുസ്ലിം ക്വാർട്ടർ, അർമേനിയൻ ക്വാർട്ടർ, ജൂത ക്വാർട്ടർ. ഈ ക്വാർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗങ്ങളെന്ന് കേട്ടോ, അതായത് ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുള്ള ഭാഗങ്ങൾ, ഇങ്ങനെ ഓരോരുത്തരെ ഓരോ ഭാഗത്തായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ആ ഭാഗങ്ങളിൽ മൊത്തം അവരായിരിക്കും താമസിക്കുക. അതായത് ആ ക്വാർട്ടറിലുള്ള ക്രിസ്ത്യൻ ക്വാർട്ടറിലുള്ള ഒരു ക്രിസ്ത്യൻ ആ ഒരു ഭാഗത്തായിരിക്കും അവർ താമസിക്കുക. പക്ഷേ അതിൻ്റെ ഉള്ളിലും ഈ മുസ്ലിങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അവർ ഒരുമിച്ചാണ് താമസിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ ഓരോ ഗേറ്റിലൂടെ കടന്നു പോകുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 8 ഗേറ്റുകളുണ്ടെന്ന് പഴയ ജെറുസലേമിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ഈ 8 ഗേറ്റിലൂടെ ഓരോ ഗേറ്റിലൂടെ കടന്നു പോകുന്നത് ഓരോ ഭാഗത്തായിരിക്കും. അതായത് ന്യൂ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്നത് ക്രിസ്ത്യൻ ക്വാർട്ടറിലേക്കും, ജാഫ ഗേറ്റിൻ്റെ ഉള്ളിൽ കടന്നു പോകുന്നത് ഒരു സൈഡിലേക്ക് മുസ്ലിം ക്വാർട്ടറും ഒരു സൈഡിലേക്ക് അർമേനിയൻ ക്വാർട്ടറിലേക്കുമാണ് കടന്നു പോകുന്നത്. പിന്നെ ഡമാസ്കസ് ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകുമ്പോഴാണ് മുസ്ലിം ക്വാർട്ടറിലുള്ളത്. അങ്ങനെ ഓരോ ഗേറ്റിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ ക്വാർട്ടറാട്ടോ ഉള്ളത്. അതായത് ഇസ്രയേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ ഒന്നായിട്ടുള്ള ക്രിസ്ത്യൻ ക്വാർട്ടറിൻ്റെ ഉള്ളിലായിട്ടാണ് ഇതിൽ കടന്നു പോകുന്നത്. ഇതാണ് ന്യൂ ഗേറ്റ്. ന്യൂ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടിയായിട്ടാണ് നമ്മുടെ കാൽവരി പള്ളിയുണ്ടല്ലോ, ഹോളി സ്പെക്ചർ ചർച്ചിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കടന്നു പോകുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്വാർട്ടർ ഇപ്പം ഈ ഭാഗത്ത് മാത്രമേ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളും ഉള്ളൂ കേട്ടോ, ക്രിസ്ത്യൻ ക്വാർട്ടറിൻ്റെ ഉള്ളിൽ. അല്ലാണ്ട് വലിയൊരു രീതിയിൽ ഇവിടെ ക്രിസ്മസ് അങ്ങനെ ആഘോഷിക്കാറില്ല. നാട്ടിൽ നിന്ന് ഇങ്ങനെ ആൾക്കാരൊക്കെ വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, ഇവിടെ ഭയങ്കര സെലിബ്രേഷൻ അല്ലേ, വിശുദ്ധ നാടല്ലേ? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും, ഇവിടെ വലിയ സെലിബ്രേഷൻസ് ഒന്നുമില്ലടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇങ്ങനെ വലിയ ട്രീയും കാര്യങ്ങളൊക്കെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ അങ്ങനെയൊന്നും ഇവിടെ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറില്ല. കാരണം ജസ്റ്റ് എന്താ പറയുക, ആ ക്രിസ്ത്യൻ ക്വാർട്ടറിൻ്റെ ഉള്ളിൽ പള്ളീൻ്റെ ഭാഗങ്ങളിലൊക്കെ മാത്രമായിട്ടായിരിക്കും ചിലപ്പം ഇവിടെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ മലയാളീസൊക്കെ എന്താ പറയുക, ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്ന പള്ളിയിലൊക്കെ പോയി അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യും. അല്ലാണ്ട് വലിയൊരു എന്താ പറയുക, പുറം രാജ്യത്തൊക്കെ അതായത് യൂറോപ്യൻ കൺട്രീസിലൊക്കെ കാണുന്ന പോലെ അങ്ങനത്തെ ഒരു സെലിബ്രേഷനൊന്നും ഇവിടെ കാണാറില്ല കേട്ടോ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. കാരണം ക്രിസ്ത്യൻ ക്വാർട്ടറിൽ കുറച്ച് ക്രിസ്ത്യൻസ് കുറവാണ് ഇവിടെ. നാട്ടിലുള്ളവരൊക്കെ പറയും ഈ വിശുദ്ധ നാട് ക്രിസ്ത്യാനി, അവർ എല്ലാവരുടെയും വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യൻസിന് കുറേ ക്രിസ്ത്യൻസ് മാത്രമുള്ളൊരു ഇതാണ്. ഇവിടെ ക്രിസ്ത്യൻസ് മാത്രമല്ല, ക്രിസ്ത്യൻസ് എനിക്ക് തോന്നുന്നു ഇവിടെ കുറവാണെന്ന് തോന്നുന്നു. ബാക്കിയുള്ള ജൂത വിശ്വാസികളും മുസ്ലിംസും അർമേനിയക്കാരും അങ്ങനെയൊക്കെയാണ് കേട്ടോ കൂടുതൽ. അർമേനിയൻ പള്ളികളൊക്കെ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ മാതാവിൻ്റെ പള്ളിയൊക്കെ നോക്കി നടത്തുന്നതൊക്കെ അർമേനിയൻ ആ ക്വാർട്ടറിൻ്റെ ഉള്ളിലാണ് മാതാവിൻ്റെ പള്ളിയൊക്കെ ഉള്ളത് കേട്ടോ. അങ്ങനത്തെ കുറേ പള്ളികളും കാര്യങ്ങളൊക്കെ ഓരോ ക്വാർട്ടറിൻ്റെ ഉള്ളിലായിട്ട് വരുന്നുണ്ട്. പിന്നെ ജെറുസലേമിൽ ഇങ്ങനെ കുറേ പള്ളികളും കാര്യങ്ങളും ഉള്ളിടത്ത് മാത്രമേ ഈ എന്താ പറയണ്ടേ ക്രിസ്മസിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ചെറിയ ഇതിൻ്റെ ഉള്ളിൽ പഴയ ക്വാർട്ടറിൻ്റായതുകൊണ്ട്, പഴയ ഒരു ഭാഗമായതുകൊണ്ടും ഇങ്ങനെ ചെറിയ ഉള്ളിലോട്ട് പോകാനുള്ള തുരങ്കം പോലുള്ള വഴികളുണ്ടാവും. എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആണ് ഇങ്ങനെ ഉള്ളിലോട്ട് ചെല്ലാൻ വേണ്ടി. പക്ഷേ ഉള്ളിൽ എന്തായിരിക്കും എന്നതിൽ വലിയ പിടിപാടൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ചെന്ന് കാണാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്തുള്ള ആ കല്ലിൻ്റെ സ്ട്രക്ചറൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ അന്നത്തെ കാലത്തുള്ള ആ ഒരു സ്ട്രക്ചർ ഇപ്പോഴും നിലനിർത്തി പിന്നെ മേൽഭാഗത്തേക്ക് പണിത് കേട്ടോ. ഇവിടെ പല ബിൽഡിങ്സും അങ്ങനെയാണ്, പഴയ ബിൽഡിങ്സും ഉണ്ട്. പിന്നെ വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പഴക്കം ചെന്ന ഒരു പെർട്ടിക്കുലർ ടൈമിൻ്റെ ഉള്ളിൽ പഴക്കം ചെന്ന ബിൽഡിങ്സൊക്കെ ഉണ്ടല്ലോ, ഇവർ പൊളിച്ചു മാറ്റും. അതായത് നഗരസഭ ഉണ്ടാവില്ല, അതുപോലെ പൊളിച്ചു മാറ്റിയിട്ട് ഇവർ പുതിയ ബിൽഡിങ് പണിയാറുണ്ട്. പിന്നെ 19ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ജെറുസലേമിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ച സമയത്താണ് ഓട്ടോമാൻ അധികാരികൾ യൂറോപ്യൻ്റെ അന്ന് ഓട്ടോമാൻ സുൽത്താനായിരുന്നു ഇവിടെ. 19ാം നൂറ്റാണ്ടിൽ ഓട്ടോമാൻ സുൽത്താനായിരുന്നു ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ആ സമയത്ത് യൂറോപ്യൻകാർ ഇതിൻ്റെ ഉള്ളിലോട്ട് കടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുറേ നിയമങ്ങളും കാര്യങ്ങളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയിട്ടാണ് ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ട്, അതായത് ജെറുസലേമിൽ ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ടൊരു ഭാഗം ഉണ്ടായിരുന്നില്ല. അതിനെ തുടർന്ന് കുറേ കഴിഞ്ഞ് ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ന്യൂ ഗേറ്റൊക്കെ പണിതതിന് ശേഷം ഓട്ടോമൻ സുൽത്താനാണ് ഈ ഒരു ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ട് ഈ ക്രിസ്ത്യൻ ക്വാർട്ടർ എന്നൊരു ഭാഗം അവർക്ക് തുറന്നു കൊടുക്കുന്നത്. ഓട്ടോമൻ സുൽത്താൻ്റെ കാലത്തായിരുന്നു കേട്ടോ. അതായത് ഓട്ടോമൻ സുൽത്താൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ 1889 ആ കാലഘട്ടത്തിനായിരുന്നു. അതായത് ഓട്ടോമൻ സുൽത്താനോട് യൂറോപ്യൻ രാജ്യങ്ങൾ അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഇവിടെ പുതിയ ഗേറ്റിൽ കൂടി, അതായത് ന്യൂ ഗേറ്റിൽ കൂടി ഒരു ക്രിസ്ത്യൻ ക്വാർട്ടറിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാനായിട്ടുള്ളൊരു ഭാഗം അവർ ഓട്ടോമൻ സുൽത്താൻ തുറന്നു കൊടുക്കുന്നത്. അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന 1889 ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഓട്ടോമൻ സുൽത്താനായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
ഓരോ സമയത്തും ഓരോ കാലഘട്ടമായിരുന്നു. ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ചാപ്പൽ പോലത്തെ പള്ളികൾ കാണാം. അത് ഈ ചാപ്പൽ പോലത്തെ പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യൻ ക്വാർട്ടറിൻ്റെ ഉള്ളിൽ കൂടെയുള്ള പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ ചാപ്പലുകളാണ്. ഇതെനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിനുള്ളിൽ പലവട്ടം ഞാൻ പോയിട്ട് വഴി തെറ്റിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെ പോയാലും വഴി തെറ്റി ഏകദേശം ഒരു സ്ഥലത്ത് പോയി എത്തും. അതായത് നമ്മുടെ ഉള്ളിലോട്ട് ക്രിസ്ത്യൻ ക്വാർട്ടറിൻ്റെ ഉള്ളിലോട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെന്നെത്തും. ഇങ്ങനെ കുറേ തുരങ്കം പോലത്തുള്ള വഴികളുണ്ട്, കുറേ അതിൻ്റെ ഉള്ളിൽ കൂടി പോകാനൊക്കെ നല്ല രസമാണ്. ഇത് ഓരോ എന്താ പറയുക ചെറിയ ചെറിയ ചാപ്പലിൻ്റെ എക്സാക്റ്റ്ലി എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. അപ്പം ഇങ്ങനത്തെ കുറേ ചെറിയ അത് ക്രിസ്ത്യൻ ക്വാർട്ടറാണല്ലോ. ഒരുപാട് എന്താ പറയുക പുറത്തുനിന്ന് ടൂറിസ്റ്റുകൾ വന്ന് ഇവിടെ കാണാറുള്ളതാണ്. പിന്നെ ഫുള്ള് ക്യാമ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം സെക്യൂരിറ്റീൻ്റെ ഒരു പ്രശ്നം കൂടി ഉള്ളതുകൊണ്ട് ഞാൻ വന്ന സമയത്ത് ഇവിടെ കടകൾ ഇതൊക്കെ ഓപ്പൺ ആയിട്ടുള്ള കടകളായിരുന്നു. ഇന്നിപ്പോൾ എന്താ തുറക്കാത്തതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനത്തെ ഇനി ചെല്ലുന്ന സമയത്ത് കുഞ്ഞു കടകളിൽ കുറേ ഞാൻ ഇറങ്ങി വരുന്ന ഭാഗത്താണ് കടകൾ കുറവ്. അപ്പുറത്തെ സൈഡിൽ കൂടി വേറെ സൈഡും കൂടി ഉണ്ട് കേട്ടോ. കുറേ വഴികളുണ്ട് ഇതിലെ. ഈ മെയിൻ വഴി പോകുന്നതുണ്ടോ, ഇതിൽ കൂടെ ഇറങ്ങാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരുപാട് വഴികളുണ്ട്. അപ്പം ആ വഴികളിൽ കൂടി പോരുമ്പോൾ ക്രിസ്ത്യൻ ഓർത്തഡോക്സിൻ്റെ ഭാഗമായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാവിൻ്റെ എന്താ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് ആർക്ക് ഓഫ് വെർജിൻ മേരി എന്ന് പറഞ്ഞിട്ട്. അതായത് പില്ലോകൾ കൊണ്ട് അന്നത്തെ കാലത്ത് വെസ്റ്റേൺ എൻട്രൻസിൻ്റെ ഉള്ളിൽ വരുന്ന സമയത്ത് പില്ലോകൾ കൊണ്ട്, അതായത് തലവണ്ണകൾ കൊണ്ട് അവിടെ അലങ്കരിച്ചിരുന്നു ആ വെർജിൻ മേരീൻ്റെ ആ സമയത്ത്. അവിടെ ആ ഭാഗം അങ്ങനെയാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ എക്സാക്ട്ലി ആയിട്ട് എനിക്കും അറിയത്തില്ല എന്താണെന്ന്. അത് എഴുതി വെച്ചേക്കുന്നത് അങ്ങനെയാണ്. അതായത് എന്താ പറയുക ഒരു കാലഘട്ടത്തിൽ പില്ലോകൾ കൊണ്ട്, അതായത് തലവണ്ണകൾ കൊണ്ട് അലങ്കരിച്ചതുപോലെ ആ ഭാഗം വെർജിൻ മേരിക്ക് വേണ്ടിയിട്ട് അലങ്കരിച്ചു വെച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു ഷോപ്പാണ്. പഴയ എന്താ പറയുക കലും ചട്ടിയും ഒക്കെ അങ്ങനത്തെ പുരാവസ്തുക്കളൊക്കെ ഉള്ള ഒരു ആൻറ്റിക് ഷോപ്പ്. നല്ല രസമുണ്ട് കാണാൻ. ഈ ഷോപ്സൊക്കെ സാധാരണ എല്ലാ പ്രാവശ്യം തുറക്കുന്നതായിരുന്നു. ഒരു പ്രാവശ്യം ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ ഒരു അപ്പൂപ്പൻ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പൂപ്പൻ ഞങ്ങളോട് കുറേ സംസാരിച്ചു. ഇന്ത്യൻസിന് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയത്തില്ല, ഇന്ത്യൻസിന് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ നിന്നാണ് വരുന്നത്, കൊച്ചിയിൽ നിന്നാണോ, കൊച്ചിയിൽ ഞങ്ങളുടെ പൂർവിമാരുണ്ടായിരുന്നു, കൊച്ചിയിൽ ജൂതന്മാരുണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട്, കൊൽക്കത്തയിലുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു. പുള്ളി അങ്ങനെ വിടുന്നുമില്ല, ഞങ്ങൾക്കാണെങ്കിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ പുള്ളി കുറേ കഥകളൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, റൈസ്, ചിക്കൻ കറി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇവർ സ്പൈസ് അധികം യൂസ് ചെയ്യാത്തവരാണല്ലോ. ഈ എന്താ പറയുക യൂറോപ്യൻസിൽ അങ്ങനെ എല്ലാവരും സ്പൈസി യൂസ് ചെയ്യും. പക്ഷേ ഇത് ഇസ്രായേൽ ഏഷ്യൻ കൺട്രി കേട്ടോ, അത് വേറെ കാര്യമാണ്. ഏഷ്യൻ കോണ്ടിനെൻറ്റിലുള്ള ഒരു രാജ്യമാണ്. അപ്പം ഇവിടെയുള്ളവർ അങ്ങനെ സ്പൈസസ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ നോക്കുന്ന അമ്മച്ചിയൊന്നും അങ്ങനെ സ്പൈസസ് ഉപ്പ് പോലും അങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ജസ്റ്റ് എന്തോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ കഴിക്കുന്നതാണ്. കുരിശൊക്കെ വെറൈറ്റി ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യൻ ക്വാർട്ടർ ആയതുകൊണ്ടാണ്. പിന്നെ ഇതിലെ ഇറങ്ങി പോകുമ്പോഴാണ് കേട്ടോ മറ്റേ നമ്മുടെ കാൽവരി പള്ളീൻ്റെ ഇതുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് വരുന്നവർക്ക് അബദ്ധം പറ്റും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കാണാനെന്നല്ല കിട്ടൂല, എവിടെയാണ് വഴി അറിയാണ്ട് ഇങ്ങനെ കറങ്ങിപ്പോവും. കാൽവരി പള്ളി വരുമ്പോൾ എല്ലാവർക്കും ഉള്ള അബദ്ധം പറ്റുന്നതാണ്. എനിക്കിപ്പം ഇവിടെ ശീലമായതുകൊണ്ടും ഞാൻ ഒരുപാട് പ്രാവശ്യം ഇപ്പം 3 വർഷമായിട്ട് ഇതിൽ എല്ലാ ഊടുവഴികളും എനിക്ക് പരിചയമുള്ളത് കൊണ്ട് എനിക്കിപ്പം വലിയ പ്രശ്നമില്ല. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം വരുന്നവർക്ക് എന്നായാലും വഴി തെറ്റും. ചേട്ടായിയൊക്കെ വന്നിട്ട് എങ്ങനെയായാലും ഇതിലൊക്കെ ഞൊഴിഞ്ഞ് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നെ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ വരുന്ന സമയത്ത് മനസ്സിലാവും.